മരക്കാറിലെ ഗാനങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്ത അവസരത്തിൽ ചിത്രത്തിലെ ഗാനരചയിതാവും കവിയുമായ പ്രഭാവർമ്മ ഇരട്ടി സന്തോഷത്തിലാണ്. അദ്ദേഹം രചിച്ച ഇംഗ്ലീഷ് നോവൽ ആഫ്റ്റർ ദ ആഫ്റ്റർമാത്ത് സാഹിത്യനിരയിലേക്ക് എത്തുകയാണ്. നാളെ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കാനിരിക്കെ പ്രഭാവർമ്മ വേക്കപ്പ് കേരളയിൽ സംസാരിക്കുന്നു. കവി പ്രഭാവർമ്മയുടെ ഇംഗ്ലീഷ് നോവൽ ആഫ്റ്റർ ദ ആഫ്റ്റർമാത്ത് വായനക്കാരിലേക്ക് എത്തുകയാണ്. നോവലിൻ്റെ വിശേഷങ്ങളുമായി പ്രഭാവർമ്മ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് നോവലിനെ പരിചയപ്പെടുത്തുന്നത്? പൊതുവേ എൻ്റെ കൃതികൾക്കെല്ലാം തന്നെ നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ആഫ്റ്റർ ദി ആഫ്റ്റർമാത്ത് എന്ന ശീർഷകത്തിലൊരു ഇംഗ്ലീഷ് നോവൽ എഴുതുമ്പോൾ ആ കൃതിയും അതേ വിധത്തിൽ തന്നെ സ്വീകരിക്കപ്പെടും എന്ന ഒരു വിശ്വാസമാണ് എനിക്ക് ഉള്ളത്. എപ്പോഴും അധികാരവും കലയും തമ്മിൽ ഒരു സംഘർഷമുണ്ട്. അധികാരത്തിന് അധികാരമാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നും, കലയ്ക്ക് കലയാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നും. ഇവ തമ്മിൽ ഒരു സ്നേഹമുണ്ട്, എന്നാൽ ഒരു ദ്വേഷവുമുണ്ട്. ഒരു വൈരുദ്ധ്യാത്മകമായ ബന്ധമാണ്. ഈ ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് സർഗാത്മകമായിട്ട് നിർവചിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഒറ്റ കവിതകളിലൊക്കെ അത്തരം ചില ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ സമഗ്രമായിട്ട് ഈ അധികാരവും കലയും തമ്മിലുള്ള ഈ സ്നേഹദ്വേഷ സമ്മിശ്രമായ ബന്ധത്തെ അപഗ്രഥിക്കുന്നത് ഞാനിപ്പോഴാണ്. അത് ഈ നോവലിൻ്റെ രചനയിലൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിൽ ഫെയിൽ ചെയ്തു പോകുന്ന മനസ്സിൻ്റെ ഒരു പ്രതിഫലനം ഈ നോവലിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വിപ്ലവകാരിയുടെ ചിന്തയും കവിയുടെ ചിന്തയും തമ്മിൽ എപ്പോഴും പൊരുത്തപ്പെട്ടു പോയിക്കൊള്ളണമെന്നില്ല. ഇത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഈ ബൈനറി ഓപ്പോസിറ്റ്സിൻ്റേതായ ഒരു സംഘർഷം എന്ന് പറയുന്നത്. ആ സംഘർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സൃഷ്ടിയാണിത് എന്ന് പറയാം. അതാണ് ആഫ്റ്റർ ദി ആഫ്റ്റർമാത്ത്. കവികൾ നോവൽ എഴുതുന്നത് തന്നെ ഒരു അപൂർവതയാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നോവൽ തിരഞ്ഞെടുത്തു? അത് തന്നെ ഇംഗ്ലീഷിൽ എഴുതാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? ഇംഗ്ലീഷ് ഭാഷയോട് എനിക്കെന്നും ഒരു കൗതുകം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഷയുമാണ്. ഇതിൻ്റെ ഇതിവൃത്തം ഒരു കവിത ആയാൽ എത്രയേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമോ അതിനേക്കാൾ കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും ഇതൊരു ഗദ്യരൂപത്തിലാണെങ്കിൽ എന്ന് ആ ഇതിവൃത്തം തന്നെ എന്നോട് പറയുകയും ഞാൻ ആ വഴിക്ക് സഞ്ചരിക്കുകയുമായിരുന്നു. പിന്നെ ഒരു പക്ഷേ ഒരു കേരളീയമായ പശ്ചാത്തലമല്ലാത്തത് ഒരു പക്ഷേ ഭാഷ ഏത് വേണമെന്ന് നിശ്ചയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. കുഞ്ഞാലി മരക്കാർ സിനിമാ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതിലൊരു പാട്ട് സാറിൻ്റെതാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പുതിയ നോവലും വായനക്കാരിലേക്ക് എത്തുന്നത്. തീർച്ചയായും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇളവയിൽ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ആദ്യം സംഗീതമുണ്ടാക്കിയിട്ട് ആ സംഗീതത്തിനനുസരിച്ച് വരികൾ എഴുതുക എന്ന വലിയൊരു വെല്ലുവിളി അതിലുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നില്ല വെല്ലുവിളി, അതിനുള്ളിൽ തന്നെ വേറൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ദീർഘാക്ഷരങ്ങളില്ലാതെ എഴുതണം, ഖരാക്ഷരങ്ങളില്ലാതെ, കൂട്ടക്ഷരങ്ങളില്ലാതെ എഴുതണം. നന 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 ഇങ്ങനെ എഴുതി പോകണം. അത് തീർച്ചയായിട്ടും എഴുത്തുകാരൻ്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി വളരെ സമർത്ഥമായിട്ട് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ ഉണർന്നു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി വരുന്നത് എന്നുള്ളത് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരമാവുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിരക്കുകൾക്കിടയിലാണ് താങ്കളുടെ രചന. അപ്പം എങ്ങനെയായിരുന്നു എഴുത്തിൽ താങ്കളുടെ അനുഭവം? ഏതൊരു പാറക്കെട്ടിന് ഉള്ളിൽ നിന്നാണെങ്കിലും നീരുറവയ്ക്ക് പുറത്തു വന്നേ പറ്റൂ. ആ നീരുറവ അതിൻ്റേതായൊരു വഴി കണ്ടെത്തി പുറത്തു വരും. എത്രയേറെ തിരക്കിട്ട ജോലിയാണെങ്കിലും കവിതയുള്ള മനസ്സിൽ നിന്ന് കവിത പുറത്തു വരിക തന്നെ ചെയ്യും. എനിക്കെന്നും തോന്നിയിട്ടുള്ളത് മറ്റൊരു ജീവിതം എനിക്കെന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ജീവിതത്തിൽ ഉടനീളം ഏതാണ്ട് തിരക്കിൻ്റേതായ ഘട്ടത്തിലൂടെയേ കടന്നു പോന്നിട്ടുള്ളൂ. എഴുത്തിൻ്റെ ഏതാണ്ട് ഒരു 50 ആണ്ടിലെത്തി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചിലതൊക്കെ ചെയ്തു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ചെയ്തതെല്ലാം ഒന്നും പാഴായിപ്പോയില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ആഫ്റ്റർ ദ ആഫ്റ്റർമാത്തിനെ കുറിച്ച് വായനക്കാരോട് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത് എന്താണ്? അവരെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആഫ്റ്റർ ദി ആഫ്റ്റർമാത്ത് വായിക്കുക. വാൾട്ട് വിറ്റ്മാനാണ് തൻ്റെ ഒരു കൃതിയുടെ മുകളിൽ കുറിച്ച് വെച്ചിട്ടുള്ളത്, വെൻ യു ടച്ച് ദിസ് ബുക്ക് യു ടച്ച് ദ മാൻ. നിങ്ങൾ ഈ കൃതിയിൽ തൊടുമ്പോൾ നിങ്ങളൊരു വ്യക്തിയെ തൊടുന്നു എന്നാണ് അർത്ഥം.
ഒരു വ്യക്തിയെ തൊടുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ തൊടുന്നു എന്നാണ്. ആ വ്യക്തി ജീവിച്ച സാഹചര്യങ്ങളെ തൊടുന്നു എന്നാണ്. ആ വ്യക്തി ജീവിച്ച കാലഘട്ടത്തെ തൊടുന്നു എന്നാണ്. ആ വ്യക്തി ഇടപെട്ടിരുന്ന സമൂഹത്തെ തൊടുന്നു എന്നാണ്. അങ്ങനെ എൻ്റെ ഈ കൃതിയെ തൊടുമ്പോൾ നിങ്ങൾ എന്നെ തൊടുകയായിരിക്കും, എൻ്റെ ജീവിതത്തെയും എൻ്റെ കാലത്തെയും എൻ്റെ സമൂഹത്തെയും തൊടുകയായിരിക്കും. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിരവധി ജനപ്രിയ കവിതകൾ എഴുതിയ കവി പ്രഭാവർമ്മയുടെ നോവൽ വായനക്കാർക്ക് തീർച്ചയായും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ ആ നോവൽ വായിക്കുക, അദ്ദേഹത്തെയും ആ നോവലിനെയും തൊട്ടറിയുക.